Sri Narayana Guru University undergraduate program English Language and Literature 4th semester discipline core course Indian Writing in English Block 1 Unit 2 Indian English Poetry Emergence and Evolution of Indian English Poetry Indian English Poetryയുടെ ആരംഭം റൊമാൻറ്റിസത്തിൻ്റെ സ്വാധീനത്താലാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മേഖലയിൽ 18-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച ഒരു പുതുയുഗമായിരുന്നു റൊമാൻറ്റിക് മൂവ്മെൻറ്റ്. കലാസൗന്ദര്യത്തിനും സബ്ജക്റ്റിവിറ്റി, ഇമാജിനേഷൻ തുടങ്ങിയവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കവിത രചന വിപ്ലവമായിരുന്നു അത്. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിൽ ആദ്യമായി രചന നടത്തിയത് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയാണ്. അദ്ദേഹത്തിൻ്റെ കവിത 2 വോള്യൂംസ് പോയംസുകളുണ്ട്. അതിലൊന്നാമത്തത് പോയംസ്, 2 ദ ഫക്കീർ ഓഫ് ചെങ്കീര. അദ്ദേഹത്തിൻ്റെ മറ്റു ചില പോയംസുകളാണ് ഡച്ച് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ദ ഗോൾഡൻ വൈസ് തുടങ്ങിയവ. ഇത് രണ്ടും ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയംസുകളുടെ സ്വാധീനത്താൽ എഴുതപ്പെട്ടവയാണ്. അതുപോലെ തന്നെ അദ്ദേഹം നിയോ ക്ലാസിക് പോയറ്റ്സിൻ്റെ ഇമാജറി ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഭാഷാശൈലി, ഇതൊക്കെ തൻ്റെ കവിതകളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റു 2 കവിതകളായ ഡൺ ജുവാനിക്സ്, ദ ഫക്കീർ ഓഫ് ചെങ്കീര തുടങ്ങിയവ റൊമാൻറ്റിക് മൂവ്മെൻറ്റിലെ ഫിഗറായിരുന്ന പോയറ്റ് ബൈറൺ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം കാണാവുന്നതാണ്. ദ ഫക്കീർ ഓഫ് ചെങ്കീര എന്ന് പറയുന്ന പോയം, അതിൻ്റെ സ്റ്റോറി തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ നിന്നും ഒരു കൊള്ളക്കാരനാൽ രക്ഷപ്പെടുന്ന വിധവയുടെ സ്റ്റോറിയാണ്. അദ്ദേഹം തൻ്റെ ഈ പോയത്തിൽ, ദ ഫക്കീർ ഓഫ് ചെങ്കീര എന്ന പോയത്തിൽ അയാംബിക്, 4 ഫുട്ട്, അതുപോലെ തന്നെ ഡക്ടൈലിക്, ട്രൗക്കൈക്, അനപ്പസ്റ്റിക് തുടങ്ങിയ മീറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ കവിതകളിൽ പാട്രിയോട്ടിക് തീംസ്, ഇന്ത്യൻ ഇമാജിനറി, ലെജൻഡ്സ്, മിത്സ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരനാൽ ജന്മന ഇന്ത്യക്കാരനായ ഒരു പോയറ്റിനാൽ എഴുതപ്പെട്ട കവിതാ സമാഹാരം എന്ന് പറയുന്നത് ദ ഷെയർ ഓർ മിൻസ്ട്രൽ ആൻഡ് അതർ പോയംസ്. അത് എഴുതിയിരിക്കുന്നത് കാശി പ്രസാദ് ഘോസാണ്. അദ്ദേഹം ജന്മന ഇന്ത്യക്കാരനാണ്. ഡെറോസി അങ്ങനെയല്ല, അദ്ദേഹം ജന്മന ഇന്ത്യക്കാരനല്ല. കാശി പ്രസാദ് ഘോസിൻ്റെ വേഴ്സ് സ്റ്റൈൽ എന്ന് പറയുന്നത് അത് കവലിയർ പോയറ്റ്സിൻ്റെയും അതുപോലെ തന്നെ നിയോ ക്ലാസിക്കൽ പോയട്രി, അതുപോലെ റൊമാൻറ്റിക് പോയട്സി, ഇവരുടെയൊക്കെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ വേഴ്സ് സ്റ്റൈൽ കാണാവുന്നതാണ്. ആ കാലഘട്ടത്തിലെ മറ്റു പോയട്രി കളക്ഷൻസുകളാണ് ഒസ്മൈൽ, അത് രചിച്ചിരിക്കുന്നത് രാജ്നാരായൺ ദത്താണ്. അതുപോലെ മറ്റൊന്നാണ് മിസ്ലിനിയസ് പോയംസ്, രചിച്ചിരിക്കുന്നത് ശോഷി ചന്ദ്രദത്താണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി മേഖലയിൽ പുതിയൊരു യുഗത്തിന് നന്ദി കുറിച്ചയാളാണ് മിഖായിൽ മധുസൂദൻ ദത്ത്. അദ്ദേഹത്തിൻ്റെ ദ ക്യാപ്റ്റീവ് ലാഡീസ് എന്ന് പറയുന്ന കവിത ഇംഗ്ലീഷ് പോയറ്റ്സുകളായിരുന്ന സ്കോട്ട് ആൻഡ് ബൈറൺ ഇവരുടെയൊക്കെ സ്വാധീനത്താൽ രചിക്കപ്പെട്ടവയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു കവിതകളായ വിഷൻസ് ഓഫ് ദ പാസ്റ്റ്, അത് രചിച്ചിരിക്കുന്നത് മിൽട്ടണിക് ബ്ലാങ്ക് വേഴ്സിലാണ്. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുമ്പോൾ അൺറൈംഡ് ലൈൻസുകളാണ് ആ കവിതകളിൽ ഉണ്ടാവുക. കവിതകളിലെ വേഴ്സുകൾ അൺറൈംഡ് ആണ് എന്ന ഉദ്ദേശം. ആ കവിതകൾ അദ്ദേഹത്തിൻ്റെ വിഷൻസ് ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്ന ആ പോയം, അതിൽ ഉള്ള തീമുകൾ ക്രിസ്ത്യൻ തീംസുകളാണ്. അതായത് ടെംപ്റ്റേഷൻ, സിൻ, റിഡപ്ഷൻ തുടങ്ങിയവ. 1850 ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയുടെ പ്രാരംഭകാലം അവസാനിക്കുകയായി. അടുത്ത യുഗമെന്ന് പറയുന്നത് നാഷണലിസ്റ്റ് യുഗമാണ്. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പോയറ്റ്സുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. 1857 കലാപത്തിന് ശേഷം ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ്, ഒരു ദേശീയ ബോധം ഇന്ത്യക്കാർക്കിടയിൽ ഉടലെടുത്തു. അത് അവരുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയുടെ സ്റ്റൈലിലും അതിൻ്റെ തീമിലൊക്കെ അതിൻ്റെ സ്വാധീനങ്ങളുണ്ടായി. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പോയറ്റ്സുകളാണ് ടെറുദത്ത്. ഈ ടെറുദത്ത് പോയറ്റ്, അദ്ദേഹം അതുവരെ ഇന്ത്യക്കാർ രചിച്ചിരുന്നത് വെസ്റ്റേൺ സ്റ്റൈലിനെയും തീമിനെയും
അനുകരിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ആ ഒരു യുഗത്തിന്, ആ ഒരു രീതിക്ക് അവസാനം കുറിച്ചത് ഇദ്ദേഹമാണ്. അവരുടെ രണ്ട് പോയട്രി കളക്ഷൻസുകളാണ് ആൻഷ്യൻ ബലാഡ്സ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ, അതുപോലെ തന്നെ ഷെഫ് ഗ്ലീൻ ഇൻ ഫ്രഞ്ച് ഫീൽഡ്. ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാന പോയറ്റായിരുന്നു അരബിന്ദോ ഘോഷ്. അവരുടെ കവിതകൾ ഇന്ത്യൻ കൾച്ചറിലും തീംസുകളിലും വേരൂന്നി നിൽക്കുന്നവയായിരുന്നു. അവരുടെ മാഗ്നം അപ്പസ്, മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് സാവിത്രി എന്ന പോയമാണ്. മറ്റൊരു ഫിഗറായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹം ആകെ ഇംഗ്ലീഷിൽ എഴുതിയ പോയമെന്ന് പറയുന്നത് ദ ചൈൽഡ് എന്ന പോയമാണ്. മറ്റൊരു ഫിഗറാണ് സരോജിനി നായിഡു. അവരുടെ പ്രധാനപ്പെട്ട പോയമാണ് ദ ഗോൾഡൻ ത്രെഷ്ഹോൾഡ്. ഇതോടുകൂടി യൂണിറ്റ് ഇവിടെ അവസാനിക്കുന്നു.